വലുതാകട്ടനിയാ. എന്നിട്ട് ആ സീൻ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കാണാവുന്ന. ഇറങ്ങി പൊക്കോണോ എന്റെ പുരടത്ത്, അല്ലെങ്കിൽ ഞാൻ പട്ടി അഴിച്ചു വിടും. എടാ കൊലയാടി മോമാരെ, പത്തനംതിട്ടയിലെ പ്ലാങ്കമൻ എന്ന് പറഞ്ഞ സ്ഥലമേ 10 കൊച്ചി കീക്കൊല റബ്ബർ കത്തിക്ക് അരിഞ്ഞ് മുളക് തേച്ച് പട്ടിക്കിട്ട് കൊടുക്കും. അറിയാവുന്നല്ലോ. ആംഗ്രിമാനാണല്ലോ മച്ചാനെ, ഇതൊരുമാതിരി ഡാർക്ക് സീനാട്ടാ. നമുക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഇവന്മാരിന്ന് മേടിച്ചോണ്ടേ പോകത്തുള്ളൂ. കൊച്ചുണ്ണി തോക്കെടുത്തേ. പിള്ളേരെ പോ നോക്ക്. ആ പാവത്തിന് എന്നതിനും കൂടെ കൊടുക്കാൻ ഞാൻ റെഡിയാ. അത് നിങ്ങൾ മധ്യസ്ഥം കളിച്ച് ഇല്ലാതാക്കരുത്. റാഫി, ഇയാളും പോ നോക്ക്. ചെല്ല്. പ്രവൃത്തി കാണാട്ടോ. ഡിസ്കവറി ചാനൽ ടീമാണോ? ഞാൻ പ്രതീക്ഷിച്ച സമയത്തിന് മുൻപ് തന്നെ കാര്യം സാധിച്ച് തിരിച്ചു വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. വന്നു എന്നത് സത്യമാണ്, പക്ഷേ പോയ കാര്യം സാധിച്ചില്ല. അങ്ങനെ ചുമ്മാ ഊച്ചാളി പീസ് കാണിച്ചാലൊന്നും ഇത് തീരുകയല്ലെന്നവന്മാർക്ക് അറിയാഞ്ഞിട്ടാ. സംഭവം നമ്മുടെ സ്ഥലത്താണ് കയറി അങ്ങോട്ട് പൊളിച്ചാനെ. ഇതിപ്പോ നമുക്ക് നിക്കാൻ പറ്റാത്ത ഏരിയാണ്. ഈ റാഫി എന്ന് പറയുന്നവൻ ഒരു പാവം പിടിച്ചവനാണ്. അവനങ്ങനെ പാവമായിട്ട് തന്നെ നിൽക്കട്ടെ. കേറി കളിക്കേണ്ടതേ നിങ്ങളാ. കുറച്ച് കാശ് കിട്ടിയ അവൻ അത് ഉപകാരാവും. കിട്ടും ചങ്ങാതി. ഇത് വകുപ്പേ കൊലപാതക ശ്രമ. ആ SI രാജേന്ദ്രൻ വിചാരിച്ചാലെന്ന് നിസാര കാശിന് കുഴിച്ചുകൂടാൻ പറ്റുന്ന കാര്യല്ലത്. DYSP വർഗീസിനറിയാവോ? ഇല്ല. മഹാചറ്റയ. പിന്നെ സ്ഥലം MLA PT ജോർജ് അറിയാവോ? ഇല്ല. ചെറ്റത്തരത്തിൽ വർഗീസിന്റെ പോപ്പാണതിയ. രണ്ടിനെ ഞാൻ ഇറക്കി. MLA പ്രസ് മീറ്റ് നാളെ കേട്ടോ. എന്നൊക്കെ ചാനലുകാരോടല്ലേ പറയത്തുള്ളൂ. പിന്നെ MLA PT ജോർജിനെ അരമനയെന്ന് തിരുമേനിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാ വിളിച്ച് കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് എനിക്ക് വിശ്വാസം വന്നത്. നമ്മളേതായാലും കുഴയത്തില്ല. വേറൊന്നുകൂടെ ഉണ്ട്. നമ്മുടെ തോമസ് സാറിന്റെ ശിഷ്യനും കൂടെ ജോർജ്. അച്ഛനും സാറും കൂടെ ഒരു കാര്യം ചോദിച്ചാല് പേനൊന്നുമില്ല. പക്ഷേ ആ DYSP ആളെ ഇടങ്ങേറി പിടിച്ചവനാ എന്നാ പറയുന്നത്. ഇയാൾ എന്തോ ഈ പറയുന്നത്? ഭരിക്കുന്ന പാർട്ടിയുടെ MLA പറഞ്ഞാൽ പിന്നെ DYSPക്ക് കേൾക്കാതിരിക്കാൻ പറ്റൂ? ഇയാളൊന്ന് സമാധാനപ്പെടുക. നല്ല കളിയായിപ്പോയി. മാത്തുക്കുട്ടി, മാത്തുക്കുട്ടി വാ. ആ കൊച്ചുണ്ണിയെ വിളിച്ചോ. വന്നേ വാ. എന്റെ പൊന്നു തമ്പുരാനെ. വാ. ഒന്ന് വേഗം നടക്കണം. അത് ഞാൻ ശരിയാക്കാച്ചു. ഓ താങ്ക് യു. വാ. ജോർജെ, ഇതാണ് വാദിയും പ്രതി. കുട്ടിക്കാലം മുതലേ കളിച്ചു വളർന്ന പിള്ളേരാ. ഒരുത്തനൊരു കയ്യബദ്ധം പറ്റി മറ്റവനത് പൊറുക്കുകയും ചെയ്തു. വാദി പക്ഷെ ഇപ്പൊ മാത്തുക്കുട്ടി അല്ലല്ലോ സാറേ. വെടികൊണ്ട കൊച്ചിക്കാരും കൂട്ടുകാരും കൂടെ അല്ലേ ഇറങ്ങിയിരിക്കുന്നത്. അവന്മാർക്ക് പരാതിയില്ല എന്ന് പറഞ്ഞാലേ കാര്യവും. ഇതിപ്പോ പരാതി എന്റെ മുന്നിൽ എത്തിയിട്ടുള്ളൂ. എനിക്ക് മുകളിൽ തോളത്തെ നക്ഷത്രങ്ങളുടെ എണ്ണം കൂടുതലുള്ള ഓഫീസർമാരുണ്ട്. ഒന്നും വേണ്ട, ആഭ്യന്തരമന്ത്രിക്ക് ഒരു പരാതി പോയാൽ ആക്ഷൻ എടുത്തല്ലേ പറ്റൂ. കൂട്ടത്തിൽ ഇവന്റെ പണിയും തെറിക്കും. എപ്പ പോയെന്ന് ചോദിച്ചാ മതി. കൊച്ചിക്കാർക്ക് വേണ്ടത് കാശാ. അതെന്നായാലും കൊടുത്ത് ഒഴിവാക്കിയെടുക്കാം. പറയുന്ന കാശ് കൊടുക്കേണ്ടി വരും. ആവും പോലെ ചെയ്യാൻ സാറേ. ജോർജ് ഒന്ന് മനസ്സ് വെച്ചാൽ എല്ലാം ശരിയാകുമെന്നാ എന്റെ പക്ഷം. അതെ, തെറ്റ് ചെയ്യാനോ തെറ്റിന് കൂട്ടു നിൽക്കാനോ ആണ് തന്നോട് പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഒരുത്തൻ ജയിലിൽ പോയി കിടക്കാതെ കഴിയുമെങ്കിൽ. സാറും അച്ഛനും കൂടി പറഞ്ഞ എനിക്കൊന്നും മറുത്ത് പറയാനൊക്കെയല്ല. ഞാൻ ഗസ്റ്റ് ഹൗസിലോട്ടൊന്ന് ചെല്ലട്ടെ. ആ കൊച്ചിന്നുള്ളവന്മാരെ കൊണ്ട് വരത്തില്ലോടെ. അവന്മാരോടെ വെയിറ്റിക്കാൻ. സ്വന്തം അപ്പം പറഞ്ഞാലും ഞാൻ ഈ വക ഏടാകൊടുത്തൊന്നും കൂട്ടു നിൽക്കല. ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലച്ചോ. TV-ക്കാരും പത്രക്കാരും മണം പിടിച്ചോണ്ട് നടക്കുക. ഒരു ദിവസം കൊണ്ട് ഒരുത്തന്റെ കസേരയും തെറിപ്പിച്ച് അവനെ സൈഡാക്കിയാലേ അവന്മാർക്ക് രാത്രി അടക്കുമ്പോ ഉറക്കം വരത്തുള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഗസ്റ്റ് ഹൗസിലേക്ക് വാ. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ അച്ചു. അങ്ങനെ ആട്ടെ. ശരി സാറേ. ശരി ജോർജ്, കൈവിടരുത്. ഞാൻ ഏറ്റന്നേ. മതി, നിനക്ക് നല്ലത് വരട്ടെ. ഓ, കൊച്ചിക്കാരൻ 5 ഒതുങ്ങയല്ലേ? ഒതുക്കാൻ പറ്റുമോ നോക്കാം. നോക്കിയാ പറ ഒതുക്കണം. ആ കൊച്ചുണ്ണിയുടെ കയ്യിൽ വല്ല പൂക്കാണ്ടി കാണുമോ? മറ്റവനുണ്ടല്ലോ, ആ ജർമ്മൻകാരൻ, അവനൊരു ഗൺ കയ്യാന്നാ തോന്നുന്നു. എന്നാ പിന്നെ അവന്മാരെ ആദ്യം വിളിക്കേ. ആ കൊച്ചിക്കാരൻ വെടികൊണ്ടവനെ. അതിനുമ്പ് ഈ ഗ്ലാസും കുപ്പി എടുത്ത് മാറ്റാൻ പറ. രാജേന്ദ്ര, ഇങ്ങോട്ട് വാ ബായി. ആ ഡോർ അടച്ചേര്. സാർ, നടന്നു. ഇനിയിപ്പോ അതിന്റെ പേരിൽ ഒരുത്തും ജയിലിൽ പോയതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. പറഞ്ഞു വരട്ടി ഒരു തുക വാങ്ങിക്കാൻ നോക്കാം. എന്നാ പറയുന്നു? നമ്മക്കാരെയും തൂക്കി കയറ്റണമെന്നൊന്നുമില്ല സാറേ.
പാട്ടും പാടി നടന്ന ഒരു പാവത്തിന്റെ കാര്യമാണ്. ഓ പാട്ട് ഇപ്പോഴും പാടാലോ, വെടി തൊണ്ടയ്ക്കൊന്നും അല്ല കൊണ്ടത്. സാർ ഒരുമാതിരി കേരള സ്റ്റേറ്റ് വർത്താനം പറയാൻ നിൽക്കരുത്. ഇത് കേസാക്കി 8ന്റെ പണി കൊടുത്ത് എല്ലാത്തിനും അന്തരിക്കളയും നമുക്ക് നന്നായിട്ട് അറിയാം. എന്തേ കാണാ ആ മച്ചാനെ ഇത് അവസ്ഥ ശോകമാണല്ല. ഞങ്ങൾ കോംപ്രോസിന് വന്നതേ ഞങ്ങളുടെ പാർട്ടിക്ക് എന്തെങ്കിലും ഹാപ്പി ആയിട്ട് ഒരു സീൻ ഉണ്ടാവുന്ന കരുതിയതുകൊണ്ടാണ്. ഒന്നും മിണ്ടാണ്ടിരിടാ. പോവാ ഇത് അവസാനം തെലുങ്കോടെ ആവൂട്ടാ. ഇല്ലെങ്കിൽ വേണ്ട സാർ, എല്ലാത്തിനും അന്തരിക്കളയും എന്നിട്ട് അന്തരി വെച്ച് കാണാം. അല്ലേ ശംസുക? MLA സംസാരിച്ചോണ്ടിരിക്കല്ലേ, നമുക്ക് നമ്മുടെ കാര്യം പറയാല്ല. ഇത് എന്ത് സംസാരിക്കാൻ? എന്ത് സംസാരിച്ചാൽ ഈ പാവത്തിന്റെ കാര്യം ഓക്കെ ആണ്. ഷംസുവും പിന്നെ എന്നാ പേര്? അശോകൻ. ആ നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നേച്ച് മറ്റുള്ളവർ പുറത്തേക്ക് പോകും. ഓ ഓടെ ആ പുറത്തുണ്ടാവും. ഷംസുവേ ഒരു 5 ലക്ഷം മേടിച്ചു തരാം. അതിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടത് എടുത്തേച്ച് ബാക്കിയുണ്ട് അങ്ങ് സെറ്റിൽ ചെയ്ത് എന്നാ പറയുന്നു? അങ്ങനെ ചെയ്യാൻ പായി. ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ സാറേ. സംസാരിച്ചാ പോരാ, ഉറപ്പിക്കണം. അതിൽ നിൽക്കും അശോക. ബായു ഒന്നും കൂടെ വന്നേ. പറഞ്ഞത് മനസ്സിലായ നമുക്ക് വേണ്ട എടുത്തിട്ട് ബാക്കി കൊടുത്താൽ മതിയെന്ന്. 5ന്റെ കാര്യം നമ്മ മാത്രം അറിഞ്ഞാ മതി. വർഗീസേ അപ്പൊ ഇനി മറ്റവന്മാരെ വിളിക്കേ. രാജേന്ദ്ര 4 രൂപ തരാൻ നടപ്പാ പറഞ്ഞിരിക്കുന്നത്. എന്ത് വേണം? മച്ചാനെ പോറാ, എന്ത് സീനാണ് അങ്ങനെ ചവിട്ടി പിടിച്ചൊന്ന് 5 പറ്റും നോക്കുന്നു. ആ MLA കുഴപ്പം പിടിച്ച കേസാണ്. പക്ഷേ കിട്ടണേ മേടിച്ചോടി ചാടാന്നേ. ചാർലാക്കല്ലേ നമുക്ക് 4-ന് 1 വെച്ച്. അപ്പൊ റാഫിയുടെ കാര്യം MT ഉണ്ടാവൂല. ആ റാഫിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ആ സാധനത്തിന് എന്തെങ്കിലും കൊടുക്കാം. ഇതിപ്പോ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തുണ്ടാക്കിയ പൈസ അല്ലേ, സീനില്ല. സംഗതി നടന്നില്ല എന്ന് ബായോട് പറഞ്ഞാ മതിയെന്ന്. അത് മതി മച്ചാനെ, അത് മതി, അത് മതി. അത് മതി. അതുപോലെ അച്ഛനോടും തോമസ് സാറിനോടും എനിക്ക് പറയാൻ ഒക്കൂടൂ ഇത് കാശ് എറിഞ്ഞേച്ചും കളിക്കേണ്ട കളിയാന്ന്. എടോ മാത്തുക്കുട്ടി, ഇത് അവരുടെ ലോകമല്ല. ഗാന്ധി സ്വല്ല നാട്ടിൽ നടക്കുന്നത്. ഗാന്ധിയുടെ പടം വെച്ച പേപ്പറിന്റെ ഇസവാ. 10 ലക്ഷത്തിൽ 5 രൂപ കുറച്ച് അവന്മാർക്ക് വേണ്ടെന്നാ. കർത്താവ് 10 ലക്ഷം രൂപയോ? എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാന്? വേണ്ട സാറുമാര്, ഞാൻ ജയിലിൽ പോയി കിടന്നോളാം. ഇതിപ്പോ എപ്പോ കൊടുക്കണമെന്നാ? കുറച്ച് സമയം തരത്തില്ലേ അവര്? ചേട്ടാ സമയം കിട്ടിയിട്ട് എന്നാത്തിന്? എന്നായാലും വിറ്റ് തുളച്ചുള്ള കാശ് കൊടുത്ത് ഊരാൻ നോക്കുവേ. സമയം കിട്ടും. നാളെ കാലത്ത് വരെ അവര് സമയം തന്നിട്ടുണ്ട്. രൂപ കൊടുക്കാം സാർ. മാത്തുക്കുട്ടിയെ കാശ് എവിടെ എത്തിക്കണമെന്നാ? ആ നിങ്ങൾ കാശ് എടുത്തേച്ച് വർഗീസിന് വീട്ടിൽ കൊടുത്താൽ മതി. അവന്മാർ അവിടെ നിന്ന് കളക്ട് ചെയ്തോളൂ. എന്നാ അങ്ങനെ ആട്ടെ. ഓ